Hi everyone, 2017 JEE Advanced paper 2 ൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൺ ഓർ മോർ ദാൻ വൺ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഓരോ ഓപ്ഷൻ നമ്മൾ സെപ്പറേറ്റ് ചെക്ക് ചെയ്യേണ്ടി വരും. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. A wheel of radius r and mass m is placed at the bottom of a fixed step of height r as shown in the figure. A constant force is continuously applied on the surface of wheel so that it just climbs the step without slipping. Consider the torque tau about an axis normal to the plane of the paper passing through the point Q. Which of the following options is are correct? ഈ ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻ നമുക്ക് ചെക്ക് ചെയ്യണം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ആംബിഗിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആംബിഗിറ്റി എന്ന് ഞാൻ പറയാം. കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന് ഇവിടെ പറയുന്നുണ്ട് അല്ലേ? ഈ കോൺസ്റ്റന്റ് ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ലാബറട്ടറി ഫ്രെയിം ആണോ ഓർ വിത്ത് റെസ്പെക്ട് ടു എ ഫ്രെയിം അറ്റാച്ച്ഡ് ടു ദ വീൽ ആണോ എന്ന് പറയുന്നില്ല. ഞാൻ അങ്ങനെ പറയാത്തത് കൊണ്ട് ഈ കോൺസ്റ്റന്റ് ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു എ ഫ്രെയിം അറ്റാച്ച്ഡ് ടു ദ വീൽ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് ഓപ്ഷനിലേക്ക് പോകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഇത് ഈ വീലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം ആണ്, ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഈ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ ഫ്രെയിം ഓഫ് റെഫറൻസും എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ആ അസംഷനിലാണ് നമ്മൾ ഈ പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നത്തെ ഒരു ആംബിഗിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ടോർക്ക് ടോ എന്ന് പറയുന്നുണ്ട്. ഈ ടോർക്ക് ഡ്യൂ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ആണോ അതോ ഡ്യൂ ടു ഓൾ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ആണോ എന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. മനസ്സിലായോ? ടോർക്ക് ടോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വെദർ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ അപ്ലൈഡ് ഫോഴ്സ് എലോൺ ഓർ വെദർ ഇറ്റ് ഈസ് ഡ്യൂ ടു ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി എന്ന ഇൻഫർമേഷൻ ക്വസ്റ്റ്യനില്ല. ഞാൻ ടോർക്ക് ടോയിനെ ഇവിടെ കരുതാൻ പോകുന്നത് ഡ്യൂ ടു ഓൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡിയാണ്. ആ അസംഷനിലാണ് ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് എടുത്തിട്ട് അനലൈസ് ചെയ്യാം. നോക്കൂ, ഇഫ് ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് നോർമൽ ടു ദ സർക്കംഫറൻസ് അറ്റ് ദ പോയിന്റ് പി, ടോ ഈസ് 0. പി എന്ന് പറയുന്ന പോയിന്റ് ഇത്. ഈ പോയിന്റിന് നോർമലായിട്ട് സർക്കംഫറൻസിന് നോർമലായിട്ട് ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടോർക്ക് 0 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടോർക്ക് ഡ്യൂ ടു ഓൾ ഫോഴ്സസ് 0 ആണോ അല്ലയോ എന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ലെറ്റ് മീ ഡു ഇറ്റ്. സി ഹിയർ ഈസ് ദ ഫോഴ്സ് എഫ് എന്ന് ഞാൻ എഴുതാം. ഓക്കെ, വാട്ട് ആർ ദ അതർ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ വീൽ? ഒന്ന് എം ജി ആക്ട് ചെയ്യുന്നുണ്ട് അറ്റ് ഇറ്റ് സെന്റർ ഓഫ് മാസ്, എം ജി. ഓക്കെ, നോർമൽ റിയാക്ഷൻ ഫ്രം ദ ഫ്ലോർ എൻ ഈസ് ആക്ടിങ് ആൻഡ് ഓഫ് കോഴ്സ് ദർ വിൽ ബി എ കോണ്ടാക്ട് ഫോഴ്സ് അറ്റ് ക്യൂ. ആ ഫോഴ്സിനെ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ ക്യൂ എന്ന് എഴുതുന്നു. നോർമൽ റിയാക്ഷൻ അറ്റ് ക്യൂ എന്ന് എഴുതുന്നു. ഇനി നോക്കിയേ, നമുക്കൊരു കാര്യം അറിയാം. ഈ ഫോഴ്സ് ഇത് ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് നമുക്കൊരു കാര്യം അറിയാം. എം ജിയും എന്നും ഇനീഷ്യലി എന്തായിരുന്നു, ഈക്വൽ ആയിരുന്നു. നോക്കിയേ, എം ജി മസ്റ്റ് ബി ഈക്വൽ ടു എൻ ആണെന്ന് നമുക്കറിയാം. പിന്നെ ഒരു ഇൻഫർമേഷൻ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എഫും എൻ ക്യൂവും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. എഫ് മസ്റ്റ് ബി ഈക്വൽ ടു എൻ ക്യൂ. ഇനി നമുക്ക് ടോർക്കിനെ കുറിച്ച് ചിന്തിക്കാം. ഇതിൽ ആരൊക്കെ ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം നമുക്ക്. ഈ എഫ് ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നില്ല, എബൌട്ട് ദ പോയിന്റ് ക്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ക്യൂവിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ എൻ ക്യൂ ഫോഴ്സ് അറ്റ് ക്യൂ, കോണ്ടാക്ട് ഫോഴ്സ് അറ്റ് ക്യൂവും ടോർക്കിനെ ജനറേറ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? അതും ക്യൂവിൽ കൂടെ പാസ് ചെയ്യുന്നു. പിന്നെ ടോർക്കിനെ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള രണ്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം ജിയും എന്നുമാണ്. അത് ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള ഫോഴ്സ് ആണ്. അതുകൊണ്ട് അവ കൊണ്ടുള്ള ടോർക്ക് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഇൻഫർമേഷൻ ഇവിടെ എഴുതാം. എന്താണെന്ന് നോക്കൂ. ടോർക്ക് ഡ്യൂ ടു എഫ് മസ്റ്റ് ബി 0. Then torque due to normal reaction at Q must also be 0 because those two forces are passing through Q. Then torque due to mg must be equal and opposite to what? Torque due to normal reaction. ഈ ബോഡിയിലെ നെറ്റ് ടോർക്ക് എന്ന് പറയുന്നത് ഈ ടോർക്കുകളുടെ എല്ലാം സം ആണ്. അപ്പൊ 0 + 0 + this കൂട്ടി നോക്കിയാൽ എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ടോ നെറ്റ് എന്തായി പോകും, ടോ നെറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 0. അതുകൊണ്ട് ഈ ഓപ്ഷൻ കറക്റ്റ് ആണ്. നോക്കിക്കേ, എന്താ പറയുന്നത്, ഇഫ് ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് നോർമൽ ടു ദ സർക്കംഫറൻസ് അറ്റ് ദ പോയിന്റ് പി, ടോ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് എടുത്തിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. സെക്കൻഡ് ഓപ്ഷൻ എന്താ പറയുന്നത് നോക്കി. ഇഫ് ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടാൻജൻഷ്യലി അറ്റ് ദ പോയിന്റ് എസ്,
then torque is not equal to 0, but the wheel never climbs the step. എന്താ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഫോഴ്സ് എസിൽ ടാൻജൻഷ്യൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്നു പറയുന്നുണ്ട്. ലെറ്റ് മീ ഷോ യു ദാറ്റ്. എസ് എന്ന പോയിന്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുകയാണ് ടാൻജൻഷ്യൽ ആയിട്ട്. എഫ് ഫോഴ്സ് ഈസ് അപ്ലൈ. Then what are the other forces acting? mg is acting. mg is acting. ഇത് ക്ലൈം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ എന്തായി പോയി? 0 ആയി പോയി. അപ്പൊ നോർമൽ റിയാക്ഷൻ ഫ്രം ദ ഫ്ലോർ 0 എന്ന അസംഷനിലാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, when it starts climbing, what will happen? Normal reaction from the floor will become 0. ഈ രണ്ട് ഫോഴ്സസ് മാത്രമേ ടോർക്കിനെ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ഇതൊരു ഹിഞ്ചായിട്ട് പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഇതൊരു പിവറ്റായിട്ട് പ്രവർത്തിക്കും. ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എങ്കിലും അത് ടോർക്കിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഫോഴ്സ് കാണിക്കുന്നില്ല. ഓക്കെ, there can be a force here, but that does not create a torque. Therefore, I am not worried about that force. അപ്പൊ ഇനീഷ്യൽ ഡൈനാമിക്സ് എങ്ങനെയാണെന്ന് നോക്കി. ടോ നെറ്റ് എത്രയാണെന്ന് നമുക്ക് എഴുതാം. ടോ നെറ്റ്, വാട്ട് ഈസ് ടോ നെറ്റ്? ടോ ഡ്യൂ ടു ദ ഫോഴ്സ് എഫ്, അത് എത്രയാണെന്ന് അറിയാമോ? ഈ സെപ്പറേഷൻ എത്രയാണെന്ന് അറിയാമല്ലോ, 6 ആണല്ലോ. ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് 6 ആണ്. അപ്പം എഫ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 6. Then this will create a clockwise torque. അതിനെ ഞാൻ പോസിറ്റീവ് എന്ന് എടുത്തു. ഇനി എം ജി എന്ന് പറയുന്ന ഫോഴ്സ് എബൌട്ട് ദ പോയിന്റ് ക്യൂ ജനറേറ്റ് ചെയ്യുന്ന ടോർക്ക് എന്താണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അതിനെ ഞാൻ നെഗറ്റീവായിട്ട് എടുക്കുന്നു. എം ജി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് എം ജി ഇങ്ങനെയാണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 6 ആണ്. അപ്പോൾ ഇനീഷ്യലി ഇതാണ് ടോർക്ക്. ഇനി ഇത് ക്ലൈം ചെയ്യണേലത്തെ കണ്ടീഷൻ എന്താ? ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇത് ക്ലൈം ചെയ്യില്ല. അപ്പം നെറ്റ് ടോർക്ക് 0 ആണെങ്കിൽ ഇത് ക്ലൈം ചെയ്യില്ല ആണല്ലോ. അപ്പൊ നെറ്റ് ടോർക്ക് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഇത് ക്ലെയിം ചെയ്യാൻ നോക്കിയുള്ളൂ. എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു ആർ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ എം ജി ഇൻറ്റു ആർ. ദാറ്റ് മീൻസ് എഫ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ വാട്ട്? എം ജി. എഫ് ഗ്രേറ്റർ ദാൻ എം ജി ആണെങ്കിൽ എഫ് ആർ വിൽ ബി ഗ്രേറ്റർ ദാൻ എം ജി ആർ. Therefore, what will happen? Clockwise torque will be greater than counter clockwise torque. It will start climbing up. അപ്പോൾ in this case, what will happen? In this case, if F is greater than mg, the wheel starts climbing. The wheel starts climbing if F is greater than mg. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഡൈനാമിക്സ് മാറും. കാരണം എന്താണെന്നറിയാമോ? അപ്പോൾ സപ്പോസ് ഈ വീൽ ഒരു തീറ്റ ആംഗിൾ ക്ലൈം ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് നോക്കിയേ, നമ്മൾ എസിന് ടാൻജൻഷ്യൽ ആയിട്ട് തന്നെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സി, വി അപ്ലൈ ഫോഴ്സ് എഫ് ടാൻജൻഷ്യൽ ടു എസ് ബിക്കോസ് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഫോഴ്സ് ഇൻ ദ ഫ്രെയിം ഓഫ് ദിസ് വീൽ. ഇൻ ദ ഫ്രെയിം ഓഫ് ദ വീൽ ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഫോഴ്സ്. Therefore, this is എഫ് ആൻഡ് ടാൻജൻഷ്യൽ മാഗ്നിറ്റ്യൂഡും എഫ് ആണ്, ആക്ട് ചെയ്യുന്നത് ടാൻജൻഷ്യൽ ആയിട്ടുമാണ്. അപ്പോൾ ആ ലൈൻ ഓഫ് ആക്ഷനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ മാറിയിട്ടില്ലല്ലോ, അത് 6 തന്നെയല്ലേ. എന്ന് പറഞ്ഞാൽ ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡിഡ് നോട്ട് ചേഞ്ച്. എന്ന് പറഞ്ഞാൽ ടോർക്ക് ഡ്യൂ ടു എഫ് ഡിഡ് നോട്ട് ചേഞ്ച്. ഇനി ടോർക്ക് ഡ്യൂ ടു എം ജി മാറിയിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക്. എം ജി ഈസ് ആക്ടിങ് ലൈക്ക് ദിസ്. ലുക്ക് ഹിയർ, എം ജി ഈസ് ആക്ടിങ് ലൈക്ക് ദിസ്. നോക്കിയേ, എം ജി മാഗ്നിറ്റ്യൂഡിൽ മാറിയിട്ടില്ല, പക്ഷെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടുണ്ട് അല്ലേ. എന്താണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? ഇത് 6 ആണെങ്കിൽ ഇത് 6 കോസ് തീറ്റയാണ്. അപ്പൊ ഇപ്പോഴത്തെ ടോർക്ക് നമുക്ക് നോക്കാം. ടോ നെറ്റ്, ഇപ്പോഴത്തെ നെറ്റ് ടോർക്ക്, ലെറ്റ് us റൈറ്റ് ടോർക്ക് നെറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ, പഴയ ടോർക്ക് തന്നെയാണ്, മൈനസ് എം ജി ഇൻറ്റു ആർ എന്നല്ല എഴുതേണ്ടത്. എം ജി ഇൻറ്റു ആർ ഇനീഷ്യലി ഉണ്ടായിരുന്നതാണ്. ഇപ്പം ആർ കോസ് തീറ്റയാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എം ജി ഇൻറ്റു ആർ കോസ് തീറ്റ. ഇനി നിങ്ങൾ നോക്കിയേ, ആസ് തീറ്റ ഇൻക്രീസസ്, ഇത് ക്ലൈം ചെയ്യുമ്പോൾ തീറ്റ ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ. ആസ് തീറ്റ ഇൻക്രീസസ്, കോസ് തീറ്റയ്ക്ക് എന്ത് സംഭവിക്കും? കോസ് തീറ്റ ഡിക്രീസ് ചെയ്യും. കോസ് തീറ്റ ഡിക്രീസ് ചെയ്താൽ എം ജി ആർ കോസ് തീറ്റ ഡിക്രീസ് ചെയ്യും. സെക്കൻഡ് ഫാക്ടർ അല്ലെങ്കിൽ സെക്കൻഡ് ടൈം ഡിക്രീസ് ചെയ്യുന്നു. ഫസ്റ്റ് ടൈമിന് മാറ്റമില്ല. അപ്പൊ ടോ നെറ്റ് എന്ത് ചെയ്യും? ടോ നെറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നോക്കിയാൽ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ? ഇഫ് ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടാൻജൻഷ്യലി അറ്റ് ദ പോയിന്റ് എസ്, ദെൻ ടോ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, ബിക്കോസ് ഇഫ് എഫ് ഈസ് ഗ്രേറ്റർ ദാൻ എം ജി, what will happen? There will be a net torque, but the wheel never climbs എന്ന് പറയുന്നത് തെറ്റാണ്. Wheel can simply climb over it. It will
കണ്ടിന്യൂ ക്ലൈംബിങ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തെറ്റാണ്. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം. നോക്കൂ, എന്താണ് ഓപ്ഷൻ സി പറയുന്നത്? ഇഫ് ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് അറ്റ് ദ പോയിന്റ് പി, ഇതാ ഇവിടെ പി, ടാൻജൻഷ്യലി then tau decreases continuously as the wheel climb. നമുക്ക് നോക്കാം ഇനീഷ്യൽ ഡൈനാമിക്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. See, force is applied like this. Look, force is applied tangentially, constant force in the frame of wheel. വീലിന്റെ ഫ്രെയിമിൽ ഇതൊരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ക്ലൈം ചെയ്യുമ്പോൾ ഈ ഫോഴ്സും എന്ത് ചെയ്യുന്നു? ടാൻജൻഷ്യൽ ആയിട്ട് തന്നെ ക്ലൈം ചെയ്യുന്നു. ഓക്കെ, ദിസ് ഈസ് എഫ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 2r ആണ്. വേറെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ mg ആണ്. ഇത് ക്ലൈം ചെയ്യാൻ തുടങ്ങുമ്പോൾ നോർമൽ റിയാക്ഷൻ ഫ്രം ദ ഫ്ലോർ 0 ആവും. അതുകൊണ്ട് അത് ഞാൻ എഴുതുന്നില്ല. ദർ വിൽ ബി എ ഫോഴ്സ് അറ്റ് q, ബട്ട് ദാറ്റ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ടോർക്ക്. ദെർഫോർ ഐ ഡോണ്ട് മൈൻഡ് എനി ഫോഴ്സ് അറ്റ് ദ പോയിന്റ് q. ഓൺലി ദീസ് ടു ഫോഴ്സസ് ആർ റെസ്പോൺസിബിൾ ഫോർ ടോർക്ക്. Therefore, what is initially tau net? നെറ്റ് ടോർക്ക് എന്തായിരിക്കും കുട്ടികളെ? എഫ് ഉണ്ടാക്കുന്ന ടോർക്ക് ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ ഇത് എത്രയാണ്? എഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2r ആണ്. ദാറ്റ് ഈസ് വെരി ഒബിയസ്. ഓക്കെ, ഈ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്ന് ക്യൂവിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2r ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് ടോർക്ക് വിച്ച് ഐ ടുക്ക് ആസ് വാട്ട്? വിച്ച് ഐ ടുക്ക് ആസ് ക്ലോക്ക് വൈസ് പോസിറ്റീവ്. എഫ് ഇൻറ്റു 2r ദെൻ മൈനസ് എം ജി ഉണ്ടാക്കുന്ന ടോർക്ക് എം ജി ഇൻറ്റു ആർ. ഓക്കെ, ഇനിയും ഇത് എപ്പോഴാണ് ക്ലൈം ചെയ്യുന്നത്? ഈ എം ജി ഇൻറ്റു 2r ഗ്രേറ്റർ ദാൻ എം ജി ഇൻറ്റു ആർ ആണെങ്കിൽ, എന്ന് പറഞ്ഞാൽ എഫ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ, if f, let me write like that, if f is greater than, f must be greater than what? mg by 2. mg by 2 ആണെങ്കിൽ what will happen? The wheel starts climbing. Starts what? Climbing. ഇനി ഈ ബോഡിയുടെ ഡൈനാമിക്സ് കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങനെയാണോ നമുക്ക് നോക്കാം. സപ്പോസ് ദ വീൽ ഹാസ് ക്ലൈംഡ്, ടേൺഡ് ത്രൂ ആൻ ആംഗിൾ തീറ്റ. പിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, സ്റ്റിൽ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. ഇൻ ദ ഫ്രെയിം ഓഫ് ദിസ് വീൽ ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ഫോഴ്സ്, ഇറ്റ് ഇസ് സ്റ്റിൽ ടാൻജൻഷ്യൽ എഫ്. ഈ എഫിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും മാറിയിട്ടില്ല. ദിസ് ഈസ് 2r. പക്ഷേ എം ജിക്ക് എന്ത് സംഭവിച്ചു? എം ജി ഉണ്ടാക്കുന്ന ടോർക്കിന് മാറ്റം വന്നിട്ടുണ്ട്. കാരണം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ മാറിയിട്ടുണ്ട്. എം ജി മാഗ്നിറ്റ്യൂഡിൽ മാറ്റമില്ല, ഡയറക്ഷനിലും മാറ്റമില്ല എം ജിക്ക്. ഓക്കെ, പക്ഷേ എം ജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടോർക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ടോർക്ക് എത്രയാണെന്ന് ഞാൻ എഴുതാം. വാട്ട് ഈസ് ദ ടോർക്ക് അറ്റ് പ്രസന്റ് നൗ? ഇറ്റ് ഈസ് എഫ് ഇൻറ്റു 2r, ദാറ്റ് ഡിഡ് നോട്ട് ചേഞ്ച്, 2r മൈനസ് വാട്ട്? എം ജി ഫോഴ്സായി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? ആർ കോസ് തീറ്റ. ഇനി ഇത് ക്ലൈം ചെയ്യുമ്പോൾ തീറ്റയ്ക്ക് എന്ത് സംഭവിക്കും? ക്ലൈം ചെയ്യുന്നതിനനുസരിച്ച് തീറ്റ കൂടിക്കൊണ്ടിരിക്കും. ആസ് തീറ്റ ഇൻക്രീസസ്, വാട്ട് വിൽ ഹാപ്പൻ ടു കോസ് തീറ്റ? കോസ് തീറ്റ ഡിക്രീസസ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ടോ നെറ്റ് ഇൻക്രീസ് ചെയ്യും. ഇവിടെ ഇൻക്രീസ് ചെയ്യുക എന്നാണോ പറഞ്ഞത്? ടോ ഡിക്രീസസ് എന്നാണ് ഇവിടെ പറഞ്ഞത്. തെറ്റാണ്. ആസ് ദ വീൽ ക്ലൈംസ് ടോ ഇൻക്രീസസ്, ടോ നെറ്റ് ഇൻക്രീസസ്. Therefore, the given option is wrong. ഇവിടെ ഡിഗ്രീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ്സ് എ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം? ടോ നെറ്റ് ഇൻക്രീസസ്. ഇനി ലാസ്റ്റ് ഓപ്ഷനോട് നമുക്ക് നോക്കാം. നോക്കൂ, ഇഫ് ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് നോർമൽ ടു ദ സർക്കംഫറൻസ് അറ്റ് പോയിന്റ് എക്സ്, then tau is constant. This is little difficult. Let me show you. ഇവിടെ നോർമൽ ആയിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പം ലൈൻ ഓഫ് ആക്ഷൻ ഒക്കെ ഞാൻ വരയ്ക്കാം, എന്നാലേ ഇത് കൃത്യമായിട്ട് മനസ്സിലാകുകയുള്ളൂ. Let us see. This is the line of action of force. The line of action of force must pass through what? Must pass through center also, because normal force ആണ്. That's the line of action of force. ഇനി ഫോഴ്സ് ഞാൻ കാണിക്കാം വേറെ കളറിൽ. ഫോഴ്സിന് പറ്റിയൊരു കളറ് ലെറ്റ് മീ ചൂസ്. ദിസ് ഈസ് ദ ഫോഴ്സ്, നോർമൽ ഫോഴ്സ്, എഫ് എന്ന് എഴുതാം. എഫ്, ദാറ്റ്സ് എ ഫോഴ്സ് എഫ്. ഇനി നോർമൽ റിയാക്ഷനോടെ ഞാൻ കാണിക്കാം. നോർമൽ റിയാക്ഷൻ അല്ല, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസോടെ കാണിക്കാം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് ദിസ്. ഇനിയും ഈ വീല് റൊട്ടേറ്റ് ചെയ്തു എന്നാ പറഞ്ഞേ. അപ്പം ഇനീഷ്യൽ ഡൈനാമിക്സ് ഞാനൊന്ന് വരയ്ക്കാം. എഴുതി കാണിക്കാം. ടോ നെറ്റ്
ഈസ് ഈക്വൽ ടു വാട്ട്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഞാൻ തൽക്കാലം ഡി എന്ന് വിളിക്കുന്നു. ഡി, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു ഡി മൈനസ് എം ജി ഉണ്ടാക്കുന്ന ടോർക്ക്. വാട്ട് ഈസ് ദ ടോർക്ക് കോൺട്രിബ്യൂട്ടഡ് ബൈ എം ജി? എം ജി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വിച്ച് ഈസ് ആർ. ദിസ് ഈസ് ദ ഇനീഷ്യൽ ടോർക്ക്. ഇനിയും ഇതിന് ക്ലൈം ചെയ്യാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ലോക്ക് വൈസ് ടോർക്ക് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ടോർക്ക്. ദാറ്റ് മീൻസ് ഇഫ് എഫ് ഈസ് ഗ്രേറ്റർ ദാൻ എം ജി ആർ ഡിവൈഡഡ് ബൈ ഡി, ഈ കണ്ടീഷൻ പാലിക്കുകയാണെങ്കിൽ then what will happen? Then the wheel starts climbing. The wheel starts climbing only in this case. ഇനിയും ജനറൽ ഡൈനാമിക്സിലേക്ക് പോവുകയാണ് നമ്മൾ. അപ്പോൾ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ദ എക്സിൽ തന്നെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് ലൈക്ക് ദാറ്റ്. Because a constant force in the frame of wheel. It's a constant force. It's always perpendicular to normal to the circumference. Force ഞാൻ കാണിക്കുകയാണ്. Here is the force. No change in magnitude and direction as far as the wheel is concerned. ഇനിയും നോക്കിക്കേ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ എന്തെങ്കിലും മാറ്റം വന്നോ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ മാറ്റം വന്നോ? ഇല്ല. എന്തുകൊണ്ടാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ മാറ്റം വന്നില്ല എന്ന് ഞാൻ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ട് ലൈനും, ഈ ലൈൻ ഓഫ് ആക്ഷനും ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഈ വീലുമായിട്ട് ഫിക്സ് ചെയ്തതായിട്ട് നിങ്ങൾ ആലോചിച്ചേ. അപ്പോൾ വീല് റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ ലൈനും ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് മാറ്റം ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ദിസ് ഇസ് ഡി. ദാറ്റ് സിമ്പിൾ കോമൺ സെൻസ്. അപ്പോൾ ഇപ്പോഴത്തെ ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഫോഴ്സ് അല്ല, ടോർക്ക്. ഇപ്പോൾ നമുക്ക് എം ജി ഉണ്ടാക്കുന്ന ടോർക്ക് ഒന്ന് നോക്കാം. എം ജി ഈസ് ആക്ടിങ് ഡൗൺ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ക്യൂ ഇഫ് ദ wheel has rotated through an angle q, then what is the torque? Torque net is equal to force, applied force ഉണ്ടാക്കുന്ന torque F into D ആണ്, മൈനസ് എം ജി ആർ കോസ് തീറ്റ. അത് നമുക്കറിയാവുന്നതാണ്. ഇനി as the wheel climbs, what will happen? തീറ്റ ഇൻക്രീസ് ചെയ്യും, കോസ് തീറ്റ ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് ടോ നെറ്റ് എന്ത് സംഭവിക്കും? ടോ നെറ്റ് ഇൻക്രീസ് ചെയ്യും. ഇവിടെ ഇനി ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. If the force is applied normal to the circumference at the point x, then tau is constant. ഇല്ല, tau increase ചെയ്യും അല്ലേ? Tau is not constant. Tau net, tau ഞാൻ ഉദ്ദേശിക്കുന്നത് നെറ്റ് ടോർക്കാണ് കേട്ടോ. Tau net is not constant. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ളതും തെറ്റാണ്. ഇനി ടോർക്ക് ഡ്യൂ ടു നോക്കൂ, ടോർക്ക് ഡ്യൂ ടു ഫോഴ്സ് എലോൺ ആണെങ്കിൽ നോക്കൂ, നമ്മൾ എം ജിയെ കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ ടോർക്ക് ഡ്യൂ ടു ഫോഴ്സ് എലോൺ ആണെങ്കിൽ ആ പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആണ് കേട്ടോ. ഇനീഷ്യലി എഫ് ഡി ആയിരിക്കും ടോർക്ക്, ഫൈനലി ഏത് ടൈം നോക്കിയാലും എഫ് ഇൻറ്റു ഡി തന്നെയായിരിക്കും. ഞാൻ ടോർക്ക് എടുത്തിട്ടുള്ളത് ടോർക്ക് ഡ്യൂ ടു ഓൾ ഫോഴ്സ് ആണ്. അതിനനുസരിച്ചാണ് എൻ്റെ ഓപ്ഷൻസ് എല്ലാം ഞാൻ പറയുന്നത്. ഓക്കെ, ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് റീവിസിറ്റ് ചെയ്യാം. അതിൽ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നോക്കാം. നമുക്ക് നോക്കി, ഇഫ് ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് നോർമൽ ടു ദ സർക്കംഫറൻസ് അറ്റ് പോയിന്റ് പി, ടോർക്ക് ഈസ് 0 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, നമ്മൾ കണ്ടു. ആദ്യത്തെ ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് കണ്ടു. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ കണ്ടതാണ്, തെറ്റാണെന്ന് കണ്ടു. മൂന്നാമത്തെ ഓപ്ഷനും തെറ്റാണ്, നാലാമത്തെ ഓപ്ഷനും തെറ്റാണ്. ഈ പ്രോബ്ലം ഞാൻ ചെയ്തത് 2 അസംഷനിലാണ്. ഒന്നുകൂടെ ഞാൻ പറയാം ഏതൊക്കെയാണെന്ന്. ഒന്ന്, ടോർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നെറ്റ് ടോർക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻ ദ ഫ്രെയിം ഓഫ് വീൽ കോൺസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ എടുത്തത്, നോട്ട് ഇൻ ഗ്രൗണ്ട് ഫ്രെയിം. അപ്പോൾ ഈ 2 അസംഷൻ പ്രകാരം വാട്ട് ഐ ടോൾഡ് ഈസ് വാട്ട് മൈ ആൻസർ ഈസ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.